അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു ചിലർക്ക് ചിലരെക്കാൾ ഈ ലോകത്ത് ശ്രേഷ്ഠത നൽകുന്നത് അള്ളാഹുവിൻ്റെ അറിവിനും ഹിതത്തിനും അനുസരിച്ചാണ്. അതുപോലെ ഒരാളുടെ അവസ്ഥയും ഭാവിയും എന്തായിരിക്കുമെന്ന് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. മനുഷ്യന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ശരിയായ അറിവ് നൽകപ്പെട്ടിട്ടില്ല. ഈ കാര്യങ്ങളാണ് കഴിഞ്ഞ 2 ആയത്തുകളിൽ സൂചിപ്പിച്ചത്. എന്നാൽ അള്ളാഹു ശ്രേഷ്ഠത നൽകി അനുഗ്രഹിച്ച പലരെയും മനുഷ്യർ ദൈവങ്ങളായി ആരാധിക്കുന്ന അവസ്ഥ വരെ ഉണ്ടാവുന്നു. അള്ളാഹുവിനെ കൂടാതെ മനുഷ്യർ ദൈവങ്ങളായി കണക്കാക്കി ആരാധിച്ചു വരുന്നവർ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മാത്രമാണെന്നും അവയ്ക്കൊന്നും ദൈവികമായ ഒരു കഴിവുമില്ലെന്നുമാണ് എന്ന് പഠിക്കുന്ന 56, 57 ആയത്തുകളിൽ പറയുന്നത്. ഖുൽ, നബിയെ താങ്കൾ പറയുക, നബിയെ താങ്കൾ മക്കയിലെ ബഹുദൈവാരാധകരായ ആളുകളോട് പറയുക, ഉദ്ഉല്ലദീന സഅംതും മിൻ ദൂനിഹി, അവനെ കൂടാതെ നിങ്ങൾ വാദിച്ചു കൊണ്ടിരിക്കുന്നവരെ വിളിച്ചു പ്രാർത്ഥിച്ചു നോക്കുക. നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ നിങ്ങളെ രക്ഷിക്കുന്ന ദൈവങ്ങളായി കണ്ട് ആരാധിക്കുന്നവരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു നോക്ക്, നിങ്ങളെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും, നിങ്ങളുടെ ദുരിതം നീക്കിത്തരാനുള്ള കഴിവ് അവർക്കില്ല. വലാ തഹ്വീല, അത് മാറ്റിത്തരാനും. നിങ്ങൾ ശ്രേഷ്ഠന്മാരായ മഹാന്മാരായ ആളുകളെ ദൈവങ്ങളായി ആരാധിക്കുന്നു. നിങ്ങളുടെ ദുരിതങ്ങൾ ദൂരീകരിച്ചു തരാനോ നിങ്ങളുടെ ദുരിതാവസ്ഥ മാറ്റം വരുത്താനോ ഉള്ള ദൈവികമായ യാതൊരു കഴിവും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആരാധ്യർക്കില്ല. നിങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങൾ പറഞ്ഞ് അവരോട് പ്രാർത്ഥിച്ചു നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും അവർക്കതിന് കഴിയില്ല എന്ന്. മാത്രമല്ല, ഉലായിക്കല്ലദീന യദ്ഊന, ഇവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആരാധ്യരുണ്ടല്ലോ, ബഹുദൈവ വിശ്വാസികൾ ദൈവങ്ങളായി കണക്കാക്കി മഹാന്മാരായിരുന്ന വ്യക്തികളെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഇവർ യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, അവരാകട്ടെ അവരുടെ നാഥനിലേക്ക് മാർഗം തേടിക്കൊണ്ട് അവരുടെ റബ്ബിൻ്റെ അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കാൻ റബ്ബിലേക്ക് മാർഗം തേടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. യബ്തഗൂന, അവർ ആഗ്രഹിക്കുന്നു, ഇലാ റബ്ബിഹിം, അവരുടെ റബ്ബിലേക്ക്, അൽ വസീല, മാർഗം. അയ്യുഹും അക്രബ്, ആരാണ് അവരിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവരാവുക എന്നതിനു വേണ്ടി, അതിനുവേണ്ടി മത്സരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, ഇവർ ദൈവങ്ങളാണെന്ന് കണക്കാക്കുന്ന ആ ആരാധ്യർ. വയർജൂന റഹ്മത്തഹു, അവൻ്റെ കാരുണ്യം ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ കാരുണ്യം തേടിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഇവർ ആരാധിക്കുന്ന ഈ ആരാധ്യർ. വയഖാഫൂന അദാബഹു, അവൻ്റെ ശിക്ഷ അവർ ഭയപ്പെടുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ ശിക്ഷ ഭയപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇന്ന അദാബ റബ്ബിക കാന മഹ്സൂറ, താങ്കളുടെ റബ്ബിൻ്റെ ശിക്ഷയെ ശരിക്കും ഭയപ്പെടേണ്ടത് തന്നെയാണ്. ഹെദർ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അപകടത്തിൽപ്പെടാതെ ജാഗ്രതയോടെ കരുതിയിരിക്കണം എന്നാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ പെട്ടുപോകുമോ എന്ന കാര്യത്തിൽ നല്ല ഭയവും ജാഗ്രതയും വേണ്ടതു തന്നെയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. മക്കയിലെ ബഹുദൈവ വിശ്വാസികളോട് പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് പറയുന്നതെങ്കിലും എല്ലാ ബഹുദൈവാരാധകരോടുമായിട്ട് പറയുകയാണ്. മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പണ്ട് കഴിഞ്ഞുപോയ നല്ലവരായ മനുഷ്യരുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആരാധിച്ചിരുന്നു. പലരും മുമ്പ് പുണ്യവാന്മാരായി ജീവിച്ച ആളുകളെ തന്നെയാണ് ദൈവങ്ങളായി ആരാധിക്കുന്നത്. തങ്ങൾക്ക് അള്ളാഹുവിനോട് ചോദിക്കാനുള്ള യോഗ്യതയില്ലാത്തത് കൊണ്ട് പുണ്യാത്മാക്കൾ മുഖേന ചോദിക്കാമെന്നാണ് ബഹുദൈവ വിശ്വാസികൾ ഇതിന് ന്യായമായി പറയുന്നത്. അവർക്കുള്ള മറുപടിയാണ് ഈ ആയത്തുകളിലുള്ളത്. നിങ്ങളുടെ ഈ ആരാധ്യർക്ക് ആരെയും രക്ഷിക്കാനാവില്ല എന്ന് മാത്രമല്ല, അവർ സ്വയം തന്നെ അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കുവാനും ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാനും മത്സരബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്തെത്തുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സഹായവും ചെയ്യാൻ അവർക്ക് കഴിയില്ല. ദാവൂദ് നബിയെ പോലുള്ളവർ മഹാന്മാരും പുണ്യവാന്മാരും ശ്രേഷ്ഠരുമാണ്. പക്ഷേ അവർക്കൊന്നും നിങ്ങളുടെ പ്രയാസങ്ങൾ അകറ്റാനോ ദുരിതം മാറ്റാനോ ഉള്ള ദൈവികമായ കഴിവില്ല.
അതുകൊണ്ട് അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മത്സരിച്ച് പ്രയത്നിക്കുന്ന പോലെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവനോട് മാത്രം സഹായം അഭ്യർത്ഥിക്കുക എന്ന സന്ദേശമാണ് ഈ ആയത്തുകളിലൂടെ ബഹുദൈവ വിശ്വാസികളെ അറിയിക്കുന്നത്. മക്കാ മുശ്രിക്കുകൾക്ക് ചില പ്രകൃതി ദുരന്തമോ മറ്റേതോ പ്രയാസങ്ങളോ ഉണ്ടായപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് തങ്ങളുടെ ആവലാതി പറഞ്ഞപ്പോഴാണ് ഈ സൂക്തം ഇറങ്ങിയതെന്നും അവരോട് ഇങ്ങനെ പറയുക എന്ന് അള്ളാഹു കൽപ്പിച്ചത് എന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.